ഞങ്ങളുള്ളതേ നെല്ലൂര് തിറകിയിലാണ് കേട്ടോ. നെല്ലൂര് തിറകിയിൽ ഇവിടെ ഇങ്ങനെ കുളിക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ള ഒരു പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ തടാകമുണ്ട്. അവിടെ ഇങ്ങനെ കുളിക്കലും പിടിക്കലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്നാണ് നമ്മളെ കൂടെ ഭയങ്കരമായിട്ട് കുളിക്കുമ്പോൾ നമ്മളിട്ട് ഇങ്ങനെ കമ്പനി ആയിക്കാണ്ട് വന്നിട്ടാ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ വാപ്പല്ല അമ്മല്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടാ. ഇതാണ് ആള്. എന്തൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ വണ്ടിയുടെ അടുത്ത് വന്നുകാണ്ടേ ഇങ്ങനെ നോക്കിക്കാണ്ട് ഇങ്ങനെ കുറെ നേരം നിന്നിട്ട് വണ്ടി തുറക്കോളം കാണിച്ചെടുത്ത് അവൻ്റെ ഒരു സന്തോഷം നോക്കാനേ. ഇമ്മില്ല വല്യമാനപ്പാണ് ഈ ഭിക്ഷ എടുക്കുന്ന പരിപാടി ഇല്ലേ, അതാണ് കേട്ടോ എൻ്റെ വല്യമാക്ക് പരിപാടി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് വെച്ചപ്പോൾ പഠിക്കണില്ല പറഞ്ഞ്. പിന്നെ എത്ര വയസ്സായി വെച്ചപ്പോൾ അറിയില്ലാന്നും പറഞ്ഞു. ലാസ്റ്റ് ചായയും കടിയൊന്നും കുടിച്ചിട്ടില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ ചായയും കടിയും മേടിച്ചെടുത്ത്. അങ്ങനെ ഇപ്പോൾ ഇതാ വണ്ടിയിൽ ഓന് കാറ് തുറന്നപ്പോൾ അവനക്ക് തുറക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇട്ടാ. ലാസ്റ്റ് തുറന്നിട്ട് തീ കയറിന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നനഞ്ഞ ഡ്രസ്സ് ഇട്ട് കണ്ട് ഇരിക്കണം നോക്കണേ. അതായത് ആ പുഴയിന്ന് കുളിച്ച് കണ്ട് കയറിയിട്ട് ഇപ്പുറത്ത് കണ്ട് പുഴയാണ് കേട്ടോ. ആ പുഴയിന്ന് കുളിച്ച് കയറി കണ്ട് നനഞ്ഞ ഡ്രസ്സ് ഇട്ട് കണ്ട് ഇരിക്കണത്. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് സഹായിക്കണം എന്നുണ്ട്. പക്ഷേ നമ്മളെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ യാത്രയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളൊരു 500-600 രൂപ നമുക്ക് ഡെയിലി വന്നിരുന്നതാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ചൊരു ആഡായിരുന്നു, ഞങ്ങൾ ആഗ്രഹം കൊണ്ടുള്ളതായതുകൊണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ നെല്ലൂർ തിറകിയിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങൾ, ഇനിയിപ്പോൾ ഓരോ പ്ലാനിങ് ഓരോ ഏരിയക്ക് അനുസരിച്ചുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാനിങ് കിട്ടും. അപ്പോൾ ഒന്നും കൂടി ഹാപ്പി. ആ 600-500 ഡെയിലി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ നമ്മളൊന്നും കൂടി ഹാപ്പിയാവും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരെ നമുക്ക് സഹായിക്കണം നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഞങ്ങളോട് കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യൂട്ടാ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആൾക്കാരെ കാണുമ്പോൾ സഹായിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവില്ലേ, ഓലിക്ക് നമ്മളായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടാ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ, അതായത് നിങ്ങൾക്ക് അതിൻ്റെ വിവരണം കാര്യങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾ പറയണമായി എന്താ വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മളിവിടെ കഴിഞ്ഞ നമ്മൾ ചെയ്ത് കാണാണ്ട് പോക്കട്ടെ, നമ്മളിവിടെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനേ കഴിയുന്നുള്ളൂ. ഇങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പറഞ്ഞത് എന്താണോ അത് ചെയ്ത് കണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചുതരാം. ഒരു 5-6 ആളാവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കണ്ട് ആയിക്കോട്ടെ ഇങ്ങനെ ആൾക്കാരെ കൂട്ടി കൊണ്ടുപോകും ചെയ്യാം. അതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ, അത് വേറെ വിഷയം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ കിട്ടുന്നത്. ഏതായാലും ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കും. ഇവിടെ വണ്ടി എത്തിയിട്ട് നാട്ടിലേക്ക് പോരും. കാരണം ജെസ്സിയുടെ ഏട്ടൻ്റെ കല്യാണം ഉണ്ട്, മുത്തമ്മാൻ്റെ മോൻ്റെ. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വരികയാണ്. വന്നിട്ട് പിന്നെ ഞങ്ങളൊരു 10 ദിവസം അവിടെ ഉണ്ടാവും. 2-ാം തീയതിയാണ് കല്യാണം. 10 ദിവസം ഉണ്ടാവും മൊത്തത്തിൽ. പിന്നെ റിട്ടേൺ പോരുട്ടാ. റിട്ടേൺ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടുന്ന് വണ്ടി എടുത്താണ് പോരുക ചെയ്യുക. അപ്പോൾ എനിക്കേ നമ്മൾ ഈ വാച്ച് കൊടുക്കട്ടാ. നമ്മുടെ ചാർജിന് ഇട്ടിക്കണേ, നമുക്കിത് കൊടുക്കാം. എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ബ്ലാക്ക് വേറെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ് കൊടുക്കാം, കുറച്ച് ചാർജ് അയക്കണം. അപ്പോൾ എനിക്ക് വലിപ്പം ഓവറാവും, എന്നാലും വേണ്ടിയില്ല.